Good morning, students. അടുത്ത സെക്ഷൻ നോക്കാം. 1.6 Converting boundary value problem to Fredholm integral equations. അപ്പം നമ്മളിപ്പോൾ 1.5 പഠിച്ചു. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലംസിനെ നമ്മൾ വോൾട്ടേറ ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെയാണ് ആ സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്. ഇവിടെ കണ്ടീഷൻ വ്യത്യാസമാണ്. അതായത് മറ്റേതിനകത്ത് ഇനിഷ്യൽ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂസ് സെയിം ആണ് അല്ലേ. ഇപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയാലും ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയാലും y ഓഫ് 0 ഈക്വൽ ടു 0, y ഡാഷ് ഓഫ് 0 അല്ലേ. ഡെറിവേറ്റീവ്സ് മാറുന്നതനുസരിച്ച് ഇനിഷ്യൽ കണ്ടീഷൻ എക്സിൻ്റെ വാല്യൂ സെയിം ആണ്. എന്നാൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ് അല്ലേ. അറ്റ് എക്സ് ഈക്വൽ ടു 0യും അറ്റ് എക്സ് ഈക്വൽ ടു പൈ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഈ ബൗണ്ടറി കണ്ടീഷൻസ് തരാത്ത കേസസും വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഏതാണ്ട് വൈ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ആണ്. അപ്പോൾ വൈ ഡാഷ് ഓഫ് എക്സ് വേണ്ടി വരും. അപ്പോൾ ആ വൈ ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആ പ്രോബ്ലം ചെയ്യുമ്പം തന്നെ ആയിരിക്കും ഇവിടെ തന്നിട്ടില്ലാത്ത കണ്ടീഷൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അത് മാത്രമേ ഉള്ളൂ ഒരു ചേഞ്ച്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. സോ ഗിവൺ ഇക്വേഷൻ എഴുതി. ഇനി ഗിവൺ ഇക്വേഷനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. വൈ ഹയർ പവർ വന്നേക്കുന്നു വൈ ഡബിൾ ഡാഷ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഓഫ് എക്സ്, ഓർ റൈറ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് യു ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഇപ്പം ഗിവൺ ഇക്വേഷൻ ഇതിനെ നമുക്ക് 1 എന്ന് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2. Integrating both sides of equation 2 from 0 to x. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. ഇൻറ്റഗ്രൽ 0 to x y ഡബിൾ ഡാഷ് ഓഫ് ടി dt ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to x u ഓഫ് ടി dt. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ഡാഷ് ഓഫ് എക്സ് അല്ലേ മൈനസ് വൈ ഡാഷ് ഓഫ് 0 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വൈ ഡാഷ് ഓഫ് മൈനസ് വൈ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ പ്ലസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു എക്സ് യു ഓഫ് ടി ഡി ടി. ഇക്വേഷൻ നമ്പർ 3. Again integrating y dash of x, integrate ചെയ്യുന്നു with respect to x over the limit 0 to x. അന്നേരം കിട്ടുന്നത് integral 0 to x y dash of t dt equal to integral 0 to x y dash of 0 dt plus ഡബിൾ ഇൻറ്റഗ്രൽ അല്ലേ, ഒരു ഇൻറ്റഗ്രൽ ഉണ്ട്, അഗെയിൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണ് യു ഓഫ് ടി ഡി ടി ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ y ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടുത്തെ y ഓഫ് 0യുടെ വാല്യൂ 1 ആണ്, മേളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ -1 ഇപ്പുറത്ത് വരുമ്പോൾ +1 പ്ലസ് ഇവിടെ y ഡാഷ് ഓഫ് 0 ഇൻറ്റു 1 ഡി ടി ഈസ് 1ൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ടി ദാറ്റ് ഈസ് എക്സ്. വൈ ഡാഷ് ഓഫ് 0 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ വൈ ഡാഷ് ഓഫ് 0 പ്ലസ് ഇവിടെ മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽ ആണ്. അപ്പോൾ അതിനെ സിംഗിൾ ഇൻറ്റഗ്രൽ ആക്കുന്ന ഫോർമുല പഠിച്ചിട്ടുണ്ട്. 1/2 - 1 ഫാക്ടോറിയൽ, അതായത് 1/1 ഫാക്ടോറിയൽ ഈസ് 1. അപ്പോൾ അത് ഞാൻ ഇനി എഴുതുന്നില്ല, ഇത് സിംപ്ലിഫൈഡ് ആൻസർ ആണ് എഴുതുന്നത്. എക്സ് മൈനസ് ടി ഹോൾ റേസ് ടു 2 - 1 ഈസ് 1 ut dt. Okay.
ഇനി ഈ ഇക്വേഷനകത്ത് നോക്കിക്കേ, വൈ ഡാഷ് ഓഫ് സീറോ എന്നും പറഞ്ഞൊരു വാല്യൂ വന്നു അല്ലേ. വൈ ഡാഷ് ഓഫ് സീറോ ഒരു ടേം ഉണ്ട് നമുക്ക് കിട്ടിയേക്കുന്നുണ്ടോ. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ വന്നേക്കും വൈ ഓഫ് സീറോ ഈക്വൽ ടു 1ഉം വൈ ഓഫ് പൈ ഈക്വൽ ടു പൈ മൈനസ് 1. ഈ രണ്ട് വാല്യൂസ് മാത്രമേ നമുക്ക് ബൗണ്ടറി കണ്ടീഷനായിട്ട് തന്നിട്ടുള്ളൂ. വൈ ഡാഷ് ഓഫ് സീറോ തന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ വൈ ഡാഷ് ഓഫ് സീറോയാണ്. But to find y dash of 0, we put, to find y dash of 0, we put x equal to pi in equation 4. ഇക്വേഷൻ 4ൽ നമ്മൾ എക്സ് ഈക്വൽ ടു പൈ ഇട്ട് കൊടുത്തിട്ട് ബൗണ്ടറി കണ്ടീഷനോട് യൂസ് ചെയ്യും. ആൻഡ് യൂസിങ് ബൗണ്ടറി കണ്ടീഷൻ എന്നാൽ എക്സ് ഈക്വൽ ടു പൈ അല്ലേ അവിടെ വരുന്നത്. അപ്പോൾ വൈ ഓഫ് പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വൈ ഓഫ് പൈ വാല്യൂം കൂടെ ഇട്ട് കൊടുത്ത് ഇക്വേഷൻ 4നകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കും, വൈ ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കും. അപ്പോൾ ഇനി നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ എക്സിന് പൈ ഇട്ട് കൊടുത്തപ്പോൾ വൈ ഓഫ് പൈ ഈക്വൽ ടു 1 പ്ലസ് പൈ വൈ ഡാഷ് ഓഫ് സീറോ പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു പൈ മൈനസ് ടി യു ഓഫ് ടി dt. ഓക്കെ, ഇതിൽ നിന്ന് വൈ ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കണം ഇക്വേഷൻ. അതിനെ നമുക്ക് റീറൈറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്താൽ പൈ വൈ ഡാഷ് ഓഫ് സീറോ അവിടെ വെച്ചുകൊണ്ട് സിംപ്ലിഫൈ വൈ സീറോ ഈക്വൽ ടു എന്ത് കിട്ടും, പൈ ഓഫ് വൈ നമ്മൾ ക്വസ്റ്റ്യനിൽ പൈ ഓഫ് വൈ ഈസ് പൈ മൈനസ് 1. ഇനി ഇവിടെ 1 ഉണ്ടല്ലോ, അത് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 1 മൈനസ് ഇൻറ്റഗ്രൽ 0 ടു പൈ മൈനസ് ടി യു ഓഫ് ടി dt. മനസ്സിലായോ? നമ്മളൊന്നും ചെയ്തില്ല. ബൗണ്ടറി കണ്ടീഷൻ പൈ വൈ ഡാഷ് ഓഫ് സീറോ ഒരു സൈഡിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ടേംസ് എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുവാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ വൈ ഓഫ് പൈയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബൗണ്ടറി കണ്ടീഷൻ, അത് പൈ മൈനസ് 1, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കി എല്ലാ ടേംസും അതുപോലൊക്കെ എഴുതി. ദാറ്റ് ഈസ് വൈ ഡാഷ് ഓഫ് സീറോ ഈക്വൽ ടു 1 ബൈ പൈ. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ പൈ മൈനസ് 2 മൈനസ് ഇൻറ്റഗ്രൽ 0 ടു പൈ മൈനസ് ടി യു ഓഫ് ടി dt. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 5നകത്ത് വൈ ഡാഷ് ഓഫ് സീറോ കിട്ടി. ഈ വൈ ഡാഷ് ഓഫ് സീറോ എന്ന് പറയുന്നത് ഏതിനു വേണ്ടിയാണ് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ 4ലുണ്ട്. വൈ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ഓഫ് എക്സ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് സൊല്യൂഷൻ ആയി. പക്ഷെ വൈ ഡാഷ് ഓഫ് സീറോ എന്ന് പറയുന്ന ഒരു ടേം കിടപ്പുണ്ട്, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് എഴുതിയത്. Therefore, substituting 5 in equation 4. ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഓഫ് എക്സ് നമുക്കതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. വേണ്ട, ഈ ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. y ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഇൻറ്റു, അപ്പോൾ എക്സ് ബൈ പൈ
y dash of 0 വാല്യൂ pi minus 2 minus integral 0 to pi minus t u of t dt plus ഇനി ഇവിടുത്തെ ടേം integral 0 to x minus t u of t dt. ഇത്രയും മനസ്സിലായോ? ഇത് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ നമുക്ക് y ഓഫ് എക്സും കിട്ടി. ഇനി നമ്മൾ ഗിവൺ ഇക്വേഷൻ ഏതായിരുന്നു നമ്മുടേത്? 1 y ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഓഫ് എക്സ്. അപ്പോൾ ഇക്വേഷൻ 1-ൽ ഏതൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? 2ഉം ഈ 6ഉം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Substituting 2 and 6 in 1. 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്നുകൂടെ അങ്ങ് എഴുതാം. y ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഓഫ് എക്സ്. ഇതാണ് 1. 1 എന്ന് പറയുന്ന ഇക്വേഷന് നമ്മൾ അങ്ങോട്ട് ഇനി നോക്കണ്ട, എന്നിട്ട് ഇവിടെ തന്നെ ആവുമ്പോൾ അതുകൊണ്ട് തന്നെ y ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് u ഓഫ് എക്സ് ആയിരുന്നു, ആ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ടേം അല്ലേ. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് എക്സ് ബൈ പൈ to pi minus 2 minus integral 0 to pi minus t. ഇനി സിംപ്ലിഫിക്കേഷൻ ആണുള്ളത്. അത് കറക്റ്റായിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ ആയി. ഇനി ഇവിടെ ഒരു മൈനസും കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത്. ഇത് ഈ മൈനസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ടേംസിന് എഴുതി. ഇനി ഇതൂടെ അപ്പോൾ അവിടെ വരുമ്പോൾ അത് നെഗറ്റീവ് ഇൻറ്റഗ്രൽ 0 to x minus t u of t dt. ഇവിടം വരെയാണ് നമ്മൾ അവിടെ പ്രോബ്ലം ചെയ്തത്. ഇനി ഇവിടോട്ട് നോക്കിയാൽ മതി നിങ്ങൾ. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ഇവിടെയും നെഗറ്റീവ് മൈനസ് ആക്കി ഇവിടം വരെ നമ്മൾ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുവാണ്. അപ്പോൾ ഈ ബ്രാക്കറ്റാണ് നമ്മൾ ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് മൈനസ് എക്സ് ഇവിടെ ഉണ്ട്, -1 മൈനസ് എക്സ് ബൈ പൈ ഇൻറ്റു പൈ മൈനസ് 2. ഇനി ഈ നെഗറ്റീവും ഇവിടുത്തെ നെഗറ്റീവും കൂടെ അല്ലേ, ഈ നെഗറ്റീവും ഇതൂടെ പോസിറ്റീവായി എക്സ് ബൈ പൈ ഇൻറ്റഗ്രൽ 0 to പൈ എന്നുള്ളത് നമുക്ക് അവിടെ ക്വസ്റ്റ്യനകത്ത് എക്സിൻ്റെ ഇനിക്വാളിറ്റി പറയുന്നുണ്ട്. അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ എന്നാണ് അല്ലേ. അപ്പോൾ ഈ 0 to പൈയെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. എക്സ് ബൈ പൈ ഇൻറ്റഗ്രൽ 0 to എക്സ് പൈ മൈനസ് ടി യു ടി ഡി ടി പ്ലസ് എക്സ് ബൈ പൈ ഇൻറ്റഗ്രൽ എക്സ് ടു പൈ പൈ മൈനസ് ടി യു ടി ഡി ടി. 0 to പൈയെ എങ്ങനെ എഴുതി? 0 to എക്സും എക്സ് ടു പൈ ആയിട്ട് എഴുതി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടേം മൈനസ് ഇൻറ്റഗ്രൽ 0 to എക്സ് എക്സ് മൈനസ് ടി യു ടി ഡി ടി. മനസ്സിലായോ? 0 to പൈ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 0 to എക്സും എക്സ് ടു പൈയും ആ ഫംഗ്ഷൻ അത് ഓണക്ക് തന്നെ. അപ്പോൾ അവിടെ ഇൻറ്റഗ്രേഷൻ മാത്രം ചേഞ്ച് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 0 to എക്സിൻ്റെ കണ്ടോ 2 ടേംസ് ഉണ്ട്. ആ 0 to എക്സ് എന്നുള്ള ടേമിനെ നമ്മൾ ഒന്നിച്ചെഴുതുന്നു. 0 to എക്സ് ഇൻറ്റഗ്രലിനകത്ത് വന്നേക്കുന്ന ആ ഫംഗ്ഷൻ ഒന്നിച്ചെഴുതുന്നു. ബാക്കി ഇൻറ്റഗ്രൽ എക്സ് ടു പൈ. അപ്പോൾ അവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. എക്സ് ബൈ പൈ ഇൻറ്റു
പൈ മൈനസ് ടി എന്ന് പറയുമ്പോൾ ആ ആദ്യത്തെ ടേമിൽ പൈയും പൈയും ക്യാൻസലായി എക്സ്. രണ്ടാമത്തെ ടേം വരുമ്പോൾ മൈനസ് എക്സ് ടി ബൈ പൈ. കണ്ടിത് മൈനസ് എക്സ് ടി ബൈ പൈ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടേമിനകത്ത് മൈനസ് എക്സും പ്ലസ് ടിയും ആണ്. അപ്പോൾ അത് ക്യാൻസലായി നമുക്ക് അവിടെ കിട്ടുന്ന മൈനസ് ഇൻറ്റഗ്രൽ 0 ടു എക്സ് ടി ഇൻറ്റു എക്സ് മൈനസ് പൈ ബൈ പൈ. എൽസിയം എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് യു ടി ഡി ടി. ഈ ടേം അത് പോണക്ക് തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മൈനസ് കോമൺ എടുത്തു. എക്സ് ഇൻറ്റു പൈ മൈനസ് ടി എന്നുള്ള രണ്ട് ടേമിനെ നമ്മൾ മൈനസ് ഇവിടെ ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ മൈനസിനെ നമ്മൾ രണ്ടിടത്തുനിന്ന് മൈനസ് കോമൺ എടുത്തുകൊണ്ട് ഇൻറ്റഗ്രൽ 0 ടു പൈ ആക്കി. 0 ടു എക്സ് ടു പൈ എന്നുള്ളത് 0 ടു പൈ ആക്കി കെ എക്സ് ടി കേർണലായിട്ട് മാറ്റി. എന്നിട്ട് നമുക്ക് ഇവിടം വരെ ആയപ്പോൾ ആൻസർ ആയി. പക്ഷെ ഇങ്ങനത്തെ ഫോമിലാണ് എഴുതേണ്ടത്. അതായത് കെ ഓഫ് എക്സ് ടിയുടെ ഫോമിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അതുകൊണ്ട് കെ ഓഫ് എക്സ് ടി എഴുതിയിട്ട് വെയർ കെ ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് ഇവിടെ മേളിൽ ലിമിറ്റ് ഉണ്ട് 0 ടു എക്സും എക്സ് ടു പൈ എന്നും. അപ്പോൾ അവിടെ ടി ഇൻറ്റു എക്സ് മൈനസ് പൈ ബൈ പൈയും ഇവിടെ വന്നേക്കുന്ന നോക്കി എക്സ് ഇൻറ്റു ടി മൈനസ് പൈ ബൈ പൈ. ഇവിടെ രണ്ടിടത്തെയും കേർണൽ വന്നേക്കുന്നത് ഇവിടെ ടി എടുത്തപ്പോൾ എക്സ് മൈനസ് പൈ ബൈ പൈ, ഇവിടെ എക്സ് എടുത്തപ്പോൾ ടി മൈനസ് പൈ ബൈ പൈ. ആ ഒരു ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്, അതായത് ഈ മൈനസ് കൂടെ കോമൺ എടുത്ത് കഴിയുമ്പോൾ അത് മൈനസ് ഓഫ് ഇൻറ്റഗ്രൽ 0 ടു പൈ ഇങ്ങനെ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടുത്തെ ഈ ടേമിനെ മൈനസും കൊണ്ട് മൈനസ് കോമൺ എടുത്ത് എഴുതിയത്. മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ തന്നെ എഴുതിയാലും ആൻസർ ആയി. പക്ഷെ നമുക്ക് ആ കേർണൽ കെ ഓഫ് എക്സ് ടി എന്ന് എഴുതണമെങ്കിൽ ഇവിടെ മൈനസ് കോമൺ ആയാൽ മാത്രമേ, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഇനിക്വാളിറ്റിക്ക് ഒരു ചേഞ്ച് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയിട്ട് മൈനസ് ഓഫ് കേർണൽ എക്സ് ടി വെയർ ഇനി കേർണൽ 0 ടു എക്സ് വരുന്നത് ടിയുടെ വാല്യൂ 0 ടു എക്സ് വരെ വരുന്നതിൻ്റെ കേർണൽ എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു എക്സ് മൈനസ് പൈ ബൈ പൈ. ഇനി എക്സ് തൊട്ട് പൈ വരെയുള്ള ടിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? എക്സ് ഇൻറ്റു ടി മൈനസ് പൈ ബൈ പൈ. ഇതാണ് ആൻസർ. അപ്പോൾ ഇത്രയും ഇവിടം വരെ ഫുൾ ചെയ്താൽ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഈ മോഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.